ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നലെ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആയ കാരണം കൊണ്ട് ഇന്നാണ് വെച്ചത്. അപ്പോൾ കുറച്ച് നേരത്തെയായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനെല്ലാം ആദ്യമേ തന്നെ റെഡി ആയിട്ടൊക്കെ ഇരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ ഒന്ന് രണ്ടെണ്ണമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ചോദിക്കുക എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചോദിച്ചില്ല. സാധാരണ ഞാൻ ചിലതിൽ മുന്നേ ഞാൻ പോയടുത്ത് പഠിക്കാണ്ടായിരുന്നു പോയത്. അപ്പോൾ നേരിട്ട് നേരം തന്നെ ചോദിച്ചു. പഠിച്ച് വെച്ചപ്പോഴാണ് ആരും ചോദിച്ചില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ്, പാരൻസിന് എന്താ വർക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏജ് ചോദിച്ചു. ഇപ്പോൾ ഏജ് എല്ലാത്തിനും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇന്നാൾ ഒരെണ്ണത്തിലൊരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. 25 ഇയേഴ്സിന് താഴെയുള്ളവരാണ് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്നേ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിച്ചു. എന്തായിരുന്നു അവിടെ വർക്ക് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. പിന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വില്ലിങ് ആണെങ്കിൽ അവർ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ കോൺടാക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഒരു 1 വീക്കൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാവുക കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബാക്കി ഈ കാര്യങ്ങളും കൂടി വന്നില്ല. 1 വീക്കിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളും കൂടി വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. തൃശ്ശൂരാണ് ഇത് വരുന്നത് കേട്ടോ, പ്ലേസ് വരുന്നത്. അപ്പോൾ തൃശ്ശൂരിന് എത്ര ദൂരമുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ സ്ഥലം പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം എനിക്ക് പോയി വരാവുന്ന ദൂരം തന്നെയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ബസ് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് ഒരു ബസ് കയറിയാൽ മതി തൃശ്ശൂർക്ക്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.